السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله أصبحت له الوجوه ذليلة عانية، وحذرته النفوس مجدة ومتوانية. ذم الدنيا إذ هي حقيرة فانية، وشوق لجنة قطوفها دانية. وخوف سرع الهوى أن يسقوا من عين آنية. أحمده على تقويم شانية، والصلاة والسلام على تمان الأكملان الأدومان على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين، وبعد. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഒരു അനുഗ്രഹീത പ്രദോഷത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമായി ഈ ഒരു മസ്ജിദിൽ ഒരു മഹൻ ചരിതം അനുസ്മരിക്കാൻ നമ്മളിവിടെ ഒരുമിച്ച് കൂടി. ഈ ഒരു മഹാഭാഗ്യം കനിഞ്ഞ അള്ളാഹുവിനാകുന്നു സ്തുതികളെല്ലാം. അൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖിറ മാഹിറൻ വ ബാത്തിന. ഈ ഒരു വേദിയിലും ഒരുക്കപ്പെടാനും ഇങ്ങനെ ഒരു പരിപാടി തയ്യാറാക്കുവാനും മനസ്സ് വെച്ച പണിയെടുത്ത മഹത്തുക്കൾക്കുള്ള പ്രതിഫലം അള്ളാഹു മഹത്തരമാക്കുമാറാവട്ടെ. അവരുടെ നല്ല മുറാദുകൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അള്ളാഹു അവരിൽ ചൊരിയുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ കൂടിയിരിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്ത ചില മഹത്തുക്കളുണ്ട്, മഹദികളുണ്ട്. രോഗം കൊണ്ട് പൊറുതിമുട്ടുന്നവർ, കടം കൊണ്ട് വരയുന്നവർ, പലവിധ ഇല്ലായ്മകളിൽ ഉഴലുന്നവർ. അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം അള്ളാഹു അവരിൽ കനിയുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. മുസീബത്തുകളെ വഴിമാറ്റുമാറാവട്ടെ. കടങ്ങളെ വീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഫിയത്ത് അവരിലും നമ്മളിലുമെല്ലാം അള്ളാഹു നന്നായി കനിയുമാറാവട്ടെ. നമ്മുടെ സംസാര വിഷയം ഏവരും അറിഞ്ഞതുപോലെ ഒരു സച്ചരിതമാണ്, മഹൽ ജീവിതമാണ്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയുടെ ചരിതം. ഈ തുടക്കത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അനുസ്മരിച്ച് ഞാൻ ഇമാം ബുഖാരിയാകുന്ന അധ്യായം, അതിലെ ചില പേജുകൾ ഇവിടെ നിവർത്താം. ഇമാം ബുഖാരി ബുഖാറക്കാരനാണ്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ ഒരു പ്രദേശമാണ് ബുഖാറ. ഒരു കവി പറഞ്ഞു, അറാ ബുഖാറ ബിലാദി വഹിയ നാഇയത്തുൻ വഅസ്തരീഹു ഇലാ ദിക്റാ ഖുറാസാനി എന്ന്. അറാ ബുഖാറ ബിലാദി വഹിയ നാഇയത്തുൻ. ബുഖാറയെ ഞാൻ എൻ്റെ നാടായി കാണുന്നു, പക്ഷേ ബുഖാറ അങ്ങ് അകലെയാണ്. വഹിയ നാഇയത്തുൻ വഅസ്തരീഹു ഇലാ ദിക്റാ ഖുറാസാനി. ഖുറാസാൻ്റെ സ്മരണയിൽ ഞാൻ ഏറെ ആശ്വാസമുള്ളവനാണ് എന്ന് കവി പറയുമ്പോൾ, അറേബ്യൻ ഉപദ്വീപിൽ നിന്നാണ് ഈ കവി ഇത് പാടുന്നത്. ബുഖാറയെ കുറിച്ച് പരിചയപ്പെടുന്നത് അറാ ബുഖാറ ബിലാദി വഹിയ നാഇയത്തുൻ. വിശുദ്ധ ഹറമുകളിൽ നിന്ന് ഏറെ അകലത്തിൽ ബുഖാറ എന്ന് പറയുന്ന ഒരു പ്രവിശ്യ. ആ
ആ ബുഖാരയിൽ ഒരു ഗ്രാമീണ കുടുംബത്തിൽ ഒരു വ്യക്തിയായി ജനിച്ച ഇമാം ബുഖാരിയാണ് ലോകത്ത് എന്നും എന്നും സ്മരിക്കപ്പെടുന്ന പ്രശംസനീയമായി ഓർക്കപ്പെടുന്ന ഒരു അനുഗ്രഹീത വ്യക്തിത്വമായി ജ്വലിച്ചത്, പ്രശോഭിതമായി. ഇത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യവും കനിവും മാത്രമാണ്. അല്ലാഹു അവൻ ഉദ്ദേശിച്ചവരെ ഉയർത്തും, അവൻ ഉദ്ദേശിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇകഴ്ത്തുകയും ചെയ്യും. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഉയർച്ചയും മഹത്വവും അല്ലാഹു കനിയാൻ. ഏത് നാട്ടുകാരൻ, ഏത് കുടുംബക്കാരൻ ആളുകളുടെ പരിഗണനയോ അല്ലെങ്കിൽ ആളുകളുടെ കണക്കുകൂട്ടലോ അല്ല അള്ളാഹുവിൻ്റെ ഉള്ളത് എന്നത് ഇമാം ബുഖാരി എന്ന് പറയുന്ന മഹാന്റെ മാതൃകാ ജീവിതം, അദ്ദേഹത്തിൻ്റെ ആ ഉയർച്ച, പ്രസിദ്ധി, ഇത് നമ്മ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു ആണ് കനിയെന്നവൻ ആ അള്ളാഹുവിന് മുമ്പിൽ ഭവ്യമായി അവനോട് അവൻ്റെ കനിവിന് വേണ്ടി തേടുക. നമ്മൾ നമ്മളുടെ പിൻതലമുറയിൽ ഇതാണ് നമ്മുടെ ബാധ്യത. മറ്റൊന്ന്, ഈ ദുനിയാവിൽ യതീമുകളായി ബാല്യം ചിലവഴിക്കുവാൻ വിധിക്കപ്പെട്ട പലരുണ്ട്. പക്ഷെ ആ യതീമുകളെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ചില വ്യക്തിത്വങ്ങളുണ്ട്. വിശിഷ്യ ഈ യതീമുകൾക്ക് ജന്മം നൽകിയ അവരുടെ മാതാക്കൾ. ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ ഇമാമിനെ ഇമാമാക്കുന്നതിൽ പങ്കുവഹിച്ച അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം. അംഗപരിമിതിയിലാണ് ഇമാം ബുഖാരി ബാല്യം ചെലവഴിച്ചത്. യതീമായിരുന്നു. വാപ്പ മരണപ്പെട്ട കുഞ്ഞുങ്ങളാണല്ലോ യതീമുകൾ. ഒരു പിതാവിൻ്റെ സാന്നിധ്യം വളർത്താനും സംസ്കരിക്കുവാനും അവസരം നൽകാത്ത ഒരു ബാല്യമായിരുന്നു ഇമാം ബുഖാരിയുടേത് റഹിമഹുല്ലാഹ്. പക്ഷേ ആ കുറവിനെ ഉമ്മ നികത്തി. ഇമാം ബുഖാരി അദ്ദേഹം കാഴ്ച പരിമിതിയുള്ള ആളായിരുന്നു ബാല്യത്തിൽ. പക്ഷേ ഈ മാതാവ് ഒരു അനുഗ്രഹീതമായ വ്യക്തിത്വം. ഇമാമുൽ ലാലിക്കായി അദ്ദേഹത്തിൻ്റെ ശറഹു ഇഅ്തിഖാദി അഹ്ലി സുന്ന എന്ന മഹൽ രചനയിൽ കറാമാത്തുകളെ കുറിച്ച് പറയുമ്പോൾ ഇമാം ബുഖാരിയുടെ ഉമ്മയെ അനുസ്മരിക്കുന്നുണ്ട്. മഹദി മകൻ ഈ കാഴ്ച പരിമിതിയുള്ളതിൽ പരിതപിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നു. അവർ കരയുമായിരുന്നു, മകനു വേണ്ടി ദ്വായിരക്കുമായിരുന്നു. അങ്ങനെ ആ വേദനയിൽ നീതി പുകഞ്ഞ് അവർ കഴിയുന്ന നാളുകളിൽ ഒരു ദിവസം മഹദി ഒരു സ്വപ്നം കാണുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് സ്വപ്നം കാണുന്നത്. അതിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മഹദിയോട് നൽകുന്ന സുവിശേഷം, നിങ്ങളുടെ മകന്റെ കാഴ്ചകൾക്ക്, കണ്ണുകൾക്ക് അല്ലാഹു കാഴ്ച തിരിച്ചു നൽകിയിരിക്കുന്നു. എന്നാണ് ആ സ്വപ്നത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രയോഗം.
മകന് വേണ്ടി നിങ്ങളേറെ കരഞ്ഞതിനാൽ, നിങ്ങളേറെ ദുആ ചെയ്തതിനാൽ നിങ്ങളുടെ മകൻ്റെ കാഴ്ച അള്ളാഹു തിരിച്ചേകിയിരിക്കുന്നു. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഉമ്മ പിന്നീട് തൻ്റെ മകനെ അഭിമുഖീകരിക്കുമ്പോൾ ഇമാം ബുഖാരിയുടെ ആ കാഴ്ചയുടെ പരിമിതി പരിഹരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ഇതൊരു കറാമത്തിൻ്റെ ചരിത്രം കൂടിയാണ്. അതുകൊണ്ടാണ് ലാലിക്കായി അത് പ്രത്യേകം അനുസ്മരിച്ചത്. ഇമാം ബുഖാരിയെ ബാല്യം മുതൽ യതീമെന്ന ആ ഒരു കുറവിനെ വകവെക്കാതെ പരിരക്ഷിച്ചു വളർത്തിയ അദ്ദേഹത്തിൻ്റെ ഉമ്മ, അതാണ് ഇമാം ബുഖാരിയുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വം. കുരുന്നായിരിക്കെ ബുഖാരിയെ മുറബിയൽ ഖത്താൻ ഊത്തുപള്ളിയിലെ ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഇമാം ബുഖാരിക്ക് അവസരമുണ്ടായി. 10 വയസ്സ് വരെയാണ് കുത്താബിൽ ഓത്തുപള്ളിയിൽ ഇമാം ബുഖാരിയുടെ പഠനം ബുഖാറയിൽ. ആ 10 വയസ്സായപ്പോഴത്തേക്ക് ഖുർആൻ മനഃപ്പാഠമാക്കി. ഹദീസുകൾ പെട്ടെന്ന് ഹൃദിസ്ഥമാക്കാനുള്ള പ്രാവീണ്യവും കഴിവും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നേടിയിരുന്നു എന്നുള്ളതാണ്. അത് ഒന്ന് ഈ മാതാവിൻ്റെ ശ്രദ്ധ, പിന്നെ ഈ മാതാവിൻ്റെ ദുആ, പിന്നെ അതിനനുസരിച്ചുള്ള മാതാവിൻ്റെ വർത്തനം. ഇമാം ബുഖാരിയുടെ ഉമ്മ ചരിത്രത്തിൽ ഏറെ പരാമർശമായിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു മഹാരഥനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തുന്നതിൽ ആ മാതാവിൻ്റെ പങ്ക്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ ഫാത്തിമ ബിൻത് അസദിനെ പോലെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉമ്മ സഫിയ ബിൻത് മൈമൂൻ ഇബ്ൻ അബ്ദുൽ മലിക്കിനെ പോലെ, അതുപോലെ ഇമാം മാലിക് ബിൻ അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ അൽ ആലിയ ബിൻത് ശുറൈഖ് എന്ന മഹദിയെ പോലെ, അതേപോലെ സുഫിയാൻ സൗരിയുടെ ഉമ്മയെ പോലെ, ഇവരൊക്കെ യതീമുകളായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ യതീമായിരുന്നു. പക്ഷെ ഉമ്മ ആലിയ ബിൻത് മൈമൂൻ എന്നവർ സുബൈക്ക് മുമ്പേ തൻ്റെ കുഞ്ഞിനെ വിളിച്ചുണർത്തി കുഞ്ഞിനോടൊപ്പം മസ്ജിദിലേക്ക് പോയി. നിസ്കാര ശേഷം പിന്നെ മസ്ജിദിലെ ദർസുകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുമായി തിരിച്ചു വന്ന് അങ്ങനെ ശ്രദ്ധാപൂർവം വളർത്തിയ ഇമാം അഹ്മദ് ഇബ്ൻ ഹംബൽ എന്ന യതീമിൻ്റെ ആ ഉമ്മ. അതേപോലെ ഇമാം മാലിക് ഇബ്ൻ അനസ് അൽ അസ്ബഹി, ഇമാം ദാറുൽ ഹിജ്റ, വിശുദ്ധ മദീനയിൽ ഇമാമും ഖതീബും ഖരീബും മുഹദ്ദിസും ഖാദിയും ഒക്കെയായി വിരാജിത മഹാനാണ് ഇമാം മാലിക് ഇബ്ൻ അനസ് അൽ അസ്ബഹി. അൽ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ ഉമ്മ അൽ ആലിയ ബിൻത് ശുറൈഖ് എന്ന മഹദിയാണ് പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും ഒരു വിജ്ഞാന കുതുകിയാക്കി. പറയും ഇമാം മാലിക് പൊരുന്നി സംഗീതത്തോടും പാട്ടിനോടുമൊക്കെ തൽപരനായിട്ട് വരുന്ന അവസ്ഥയിൽ ഇതിനേക്കാളെല്ലാം വിശിഷ്ടം വിജ്ഞാനമാണെന്ന് ഓതി പിന്നെ ആ കുരുന്നു ബാല്യത്തെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ചൊരുക്കി അന്ന് മസ്ജിദ് നബവിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി വിദൂരതയിൽ ക്ലാസ് എടുക്കുന്ന റബീഅത്തു ഇബ്ൻ അബ്ദുറഹ്മാൻ റബീഅത്തുർ റൈ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിലേക്ക് ചൂണ്ടി ഖുദ് അദബഹു ഖബ്ല ഇൽമിഹി. അതാണ് ശൈഖ് ഉസ്താദ് റബീഅയുടെ വിജ്ഞാനം സ്വീകരിക്കുന്നതിന് മുമ്പ് അദബ് സ്വീകരിക്കെന്ന് പറഞ്ഞ് ആ ഉമ്മ മസ്ജിദിലേക്ക് കൊണ്ടുപോയി റബീഅയെ തൻ്റെ മകനെ ഏൽപ്പിച്ച്, അങ്ങനെയാണ് യതീമായ മാലിക് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആ ഉമ്മ പരിപോഷിപ്പിച്ചതും വളർത്തിയതും. ഇമാം അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹം പൂജാതനാകുന്നത് ഗസയിലാണ്, ഫലസ്തീനിലെ ഗസ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാടിന്റെ പരീക്ഷണം ഉയർത്തുമാറാവട്ടെ. അള്ളാഹുവിന്റെ ആഫിയത്ത് ആ നാട്ടുകാരിൽ അള്ളാഹു അവതരിപ്പിക്കുമാറാവട്ടെ. അതിന്റെ ഇസ്സത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ തിരിച്ചു നൽകുമാറാവട്ടെ. ഗസയിലാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റയുടെ 150 പൂജാതനാകുന്നത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി യതീമായിരുന്നു. പക്ഷേ ഈ യതീമിനെ പരിരക്ഷിച്ചും പരിചരിച്ചും ഗസയിൽ നിന്ന് ഫാത്തിമ ബിൻത് അസദ് എന്ന് പറയുന്ന ഉമ്മ മക്കയിലേക്ക് കൊണ്ടുവന്നു. വളരെ കുരുന്നായിരിക്കും. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നബി കുടുംബത്തിലെ മെമ്പറാണ്. അദ്ദേഹം അൽ മുത്തലിബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പര അബ്ദു മനാഫിലെത്തുമ്പോൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതൃപരമ്പര അബ്ദു മനാഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കണ്ണി ചേരുന്ന റസൂലുള്ളാഹിന്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്. അബ്ദു മനാഫിന്റെ ഒരു മകൻ ഹാഷിം, മറ്റൊരു മകൻ മുത്തലിബ്. മുത്തലിബിന്റെ സന്താന പരമ്പരയിലാണ് ഇമാം ഷാഫിഈ. ഹാഷിമിന്റെ സന്താന പരമ്പരയിലാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇമാം ഷാഫിയുടെ പിതൃകുടുംബം മക്കക്കാരാണ്. ഇമാം ഷാഫി ജനിച്ചത് ഫലസ്തീനിലെ ഗസയിലാണെങ്കിലും പിതൃകുടുംബം ഒക്കെ മക്കയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മക്കയിൽ ഹിജ്റയുടെ 150-നപ്പുറം പണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുന്ന, താബിഈങ്ങൾ തമ്പടിച്ച് കഴിയുന്ന ആ കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കി ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന യതീമിനെ ഉമ്മ മക്കയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു, പഠിപ്പിച്ചു. മക്കയിൽ ഗ്രാമീണതയിലേക്ക് അയച്ച് നല്ല ഭാഷയും ശിക്ഷണവും അഭ്യസിപ്പിച്ചു. പിന്നെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് അയച്ച് ഇമാം മാലിക്കിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഹദീസുകളൊക്കെ പഠിക്കാനുള്ള അവസരം ഒരുക്കിയത് ഒരു ഉമ്മയാണ്. സുഫിയാൻ അസ്-സൗരി ഹദീസ് വിജ്ഞാനത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ റാവി, വലിയ പണ്ഡിതൻ, 600ഓളം ശൈഖുമാരിൽ നിന്ന് ഹദീസ് സംശീകരിച്ച സുഫിയാൻ അസ്-സൗരിയെ അദ്ദേഹം യതീമായിരുന്നു. ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയത് അദ്ദേഹത്തിന്റെ ഉമ്മയാണ്. നൂല് കോർത്ത് വസ്ത്രം നെയ്യുന്ന മഗസൽ എന്ന് പറയും. ആ മിഗസൽ കാണിച്ചിട്ട് ഉമ്മ പറയുകയാണ്, മകനെ, നീ അറിവ് അഭ്യസിച്ചോ, എൽമ തേടിക്കോ, ഈ ചർക്കയിൽ വസ്ത്രം നെയ്ത് ഞാൻ നിനക്ക് സമ്പാദിക്കാം. ദുനിയാവിന് ശ്രദ്ധയെ തെറ്റിച്ച് വിജ്ഞാനത്തിൻ്റെ വേദിയിലേക്ക് തൻ്റെ മകനെ, യതീമിനെ ശ്രദ്ധ തിരിച്ച മഹദി അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ്. ഖാദി അബൂ യൂസുഫ്, ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാന്റെ പ്രബല ശിഷ്യൻ യാക്കൂബ് ഇബ്നു ഇബ്രാഹിം. ഖാദി അബൂ യൂസുഫ്, അദ്ദേഹത്തിൻ്റെ ഉപ്പ ഇബ്രാഹിം എന്നവർ ബാല്യത്തിൽ മരിച്ചു. ഒരു യതീമിനെ ശേഷിപ്പിച്ച് അദ്ദേഹം യാത്രയായി. പക്ഷേ യതീമിൻ്റെ ഉമ്മ മകന്റെ വിഷയത്തിൽ വളരെയധികം പ്രയാസപ്പെട്ടു. ഇനി ജീവിതം എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായപ്പോൾ അന്ന് ഈ ചെറുപ്രായത്തെ യതീമിനെ ജോലിക്ക് വിടാൻ നിർബന്ധിതയായി അദ്ദേഹത്തിൻ്റെ ഉമ്മ. അങ്ങനെ മകനെ ജോലിക്ക് വിടും, ഒരു ദാന കൂലി ഒരു ദിനം ലഭിക്കുന്നതിന് വേണ്ടി. പക്ഷേ ഈ ബാല്യത്തിൽ അബൂ യൂസുഫ് ജോലിക്ക് പോകുമ്പോഴാണ് വഴിയിൽ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ എന്നവരുടെ ദർസ്, മസ്ജിദിൽ ക്ലാസ്, ആ ക്ലാസ് കേട്ട് അദ്ദേഹം ആ ക്ലാസ്സിൽ വശീകൃതനായി, ജോലിയിൽ വിരക്തനായി ക്ലാസ് പഠിക്കുന്ന അവസ്ഥയായി. സമ്പാദിക്കാൻ വിട്ട മകൻ സമ്പാദിക്കുന്നത് ഇല്ലെന്ന് കാണുമ്പോൾ ഇമ്മ പിന്തുടരുകയാണ്, മാതാവ് പിന്തുടരുകയാണ്, ഇവനോടേക്കാണ് ഈ പോകുന്നത്. അപ്പോഴാണ് അബൂ ഹനീഫത്തുൻ നുഅ്മാന്റെ വിജ്ഞാന സദസ്സിൽ
അബു യൂസുഫ് എന്ന് പറയുന്ന തൻ്റെ മകൻ പഠിതാവാണ്, താല്പര്യപൂർവ്വം അവിടെ കേൾക്കുന്നവനാണ്. ഉമ്മ വന്ന് പിടിച്ചു വലിക്കുമ്പോൾ അബൂ ഹനീഫ, നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്നിവരോട് ഉമ്മ കയർക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ മകനെ ഫസാദാക്കുകയാണോ? ജീവിതവൃത്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇവനെ പറഞ്ഞയക്കുന്നത്, പക്ഷേ അവൻ തൊഴിലെടുക്കാതെ നിങ്ങൾ ആശ്രിതനാണ്. പക്ഷെ ആ ഉമ്മയോട് അബൂ ഹനീഫ അന്ന് പറഞ്ഞു, നിങ്ങളുടെ മകൻ രാജകൊട്ടാരത്തിൽ ഫുസ്തുക്കിൻ്റെ നെയ്യിൽ, ഓയിലിൽ ഫാലൂദജ് തയ്യാറാക്കപ്പെട്ടാൽ അത് തിന്നുന്ന, രാജാവിനോടൊപ്പം രാജകൊട്ടാരത്തിൽ ഇരുന്ന് തിന്നുന്ന ഒരു നാളെയെ പഠിക്കാനാണ് ഞാൻ അവനെ ഒരുക്കുന്നത്. ഫുസ്തുക്കിൻ്റെ ഓയിലിൽ ഫാലൂദ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മധുര പലഹാരം അചിന്ത്യമാണ്. കാലങ്ങളിൽ, കൊട്ടാരങ്ങളിൽ വരെ വിശിഷ്ടമായ ദിനങ്ങളിൽ വളരെ വിരളം വിളമ്പുന്ന ഒരു വിഭവമാണത്. നിങ്ങളുടെ മകൻ രാജകൊട്ടാരം ഒരു നാളെ പഠിപ്പിക്കുകയാണ് ഞാൻ അത് എന്ന് അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ഈ യതീമായ അബൂ യൂസുഫിന്റെ ഉമ്മയോട് പറഞ്ഞപ്പോൾ പിന്നെ ഉമ്മ മനസ്സ് വെക്കുകയാണ് അബൂ ഹനീഫത്തുൻ നുഅ്മാന്റെ ശിഷ്യനായി തൻ്റെ മകൻ വളരുന്നതിന്, പഠിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഇമാം അബൂ ഹനീഫയുടെ ഏറ്റവും പ്രബല ശിഷ്യൻ ഹനഫി മദ്ഹബിൽ ഖാദി അബൂ യൂസുഫ് യാഖൂബ് ബിൻ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഞാൻ ഇതൊക്കെ ഉദാഹരിച്ചത് ഇങ്ങനെ യതീമുകൾ അവരെ സംസ്കരിക്കുവാനും അവർക്ക് വിദ്യ പകരാനും പരിരക്ഷിക്കാനും പിതാക്കൾ ഇവിടെ ജീവിച്ചിരുന്നില്ല. പക്ഷേ അനാഥത്വത്തിൻ്റെ പ്രയാസങ്ങൾ, പരിമിതികൾ അതവരെ അറിയിക്കാതെ അവരുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും അവരെ പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത കുറേ ഉമ്മമാർ, അവരെ ഓർക്കും നമ്മൾ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹിത ചരിത്രം, ഇമാം ബുഖാരി അദ്ദേഹം ഉയർന്നത്, വളർന്നത് ഒരു ഉമ്മയാണ് ഇമാം ബുഖാരിയുടെ ശോഭനമായ ഒരു നാളേക്ക് അദ്ദേഹത്തെ പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും അദ്ദേഹത്തിന് വേണ്ടി പ്രയത്നിച്ചും വാർത്തിച്ചത് എന്നത് ചരിത്രത്തിലെ ഒരു വലിയ വിഷയമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയുടെ വിഷയത്തിൽ കാണിച്ച കറാമത്ത്, ലികസ്റത്തി ബുകാഇകി വലികസ്റത്തി ദുആഇകി അലൈഹി, മകന് വേണ്ടി നിങ്ങൾ ഏറെ കരഞ്ഞു, മകന് വേണ്ടി നിങ്ങൾ ഏറെ ദുആ ചെയ്തിരുന്നു. അത് നാഥൻ അറിഞ്ഞു, കേട്ടു. അതിനാൽ നിങ്ങളുടെ മകന്റെ കാഴ്ച തിരിച്ചു നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നൊരു സുവിശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കറാമത്ത് ആ മഹദിയിൽ അവതരിപ്പിച്ചതിൽ എത്രമാത്രം ആ യതീമിൻ്റെ വിഷയത്തിൽ മനസ്സുള്ള ഒരു ഉമ്മയായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു 10 വയസ്സ് വരെ കുത്താബിൽ, ബുഖാറയിൽ മകനെ ചേർത്ത് പഠിപ്പിച്ചു. മുറബി അൽ കുത്താബിനെ, ഓത്തുപള്ളിയിലെ ഉസ്താദിന് മകനെ ഏൽപ്പിച്ച് മകൻ വിജ്ഞാനം നേടിയപ്പോൾ 10-ാം വയസ്സായപ്പോഴത്തേക്ക് മകൻ ഖുർആനൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചു. പിന്നീട് ഹദീസ് മനഃപ്പാഠമാക്കുന്നതിൽ പ്രാവീണ്യം നേടി. 17-ാം വയസ്സിലാണ് ഈ മാതാവ് തൻ്റെ മകൻ മുഹമ്മദിനെയും തൻ്റെ മറ്റൊരു മകൻ അഹ്മദിനെയും ബുഖാറയിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. ഇമാം ബുഖാരി, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ഇബ്നുൽ മുഗീറ ഇബ്നു ബർദസ്ബ
അൽ ബുഖാരി അൽ ജുഅഫി എന്നാണ്. ഇമാം ബുഖാരി മുഹമ്മദ് ബിൻ ഇസ്മായിലാണ്. അബു അബ്ദില്ല എന്നത് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ഇമാം ബുഖാരിക്ക് 17 ഇമാം ബുഖാരി കാലൂന്നും മുഹമ്മദ് എന്ന നമ്മുടെ നേതാവിനെയും അദ്ദേഹത്തിന്റെ സഹോദരൻ അഹമ്മദിനെയും മക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. മൂവരും ഹജ്ജിന് മക്കയിലെത്തി. ഇമാം ബുഖാരിയെ മക്കയിൽ ശേഷിപ്പിച്ചു. മകൻ അഹമ്മദിനെയും കൊണ്ട് ഇമ്മ ബുഖാറയിലേക്ക് മടങ്ങി. തൻ്റെ മകനെ മക്കയിൽ പാർപ്പിക്കുമ്പോൾ ആ ഉമ്മയുടെ മനസ്സിൽ മകൻ വളരണം, ഉയരണം, വിജ്ഞാനം സമ്പാദിച്ച് ഒരു വൈജ്ഞാനിക ജ്യോതിസായി ലോകത്തിന് വെളിച്ചം പകരണം എന്നുള്ളത് മാത്രമായിരുന്നു. വളരെ ആ മഹദിയുടെ ആ നല്ല മുറാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചതിൻ്റെ, സാക്ഷാത്കരിച്ചതിൻ്റെ ചരിത്രമാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. ഇമാം ബുഖാരിയുടെ ഏറ്റവും പ്രബല ശിഷ്യനും ഇമാം ബുഖാരിയുടെ ഒരു നിഴലെന്ന പോലെ അദ്ദേഹത്തിന് ഖാദിമായി വർത്തിച്ച ഒരു മഹാനുണ്ടായിരുന്നു. എപ്പോഴും ഇമാം ബുഖാരിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഒരു അബൂ ജഅഫർ അൽ വറാഖ്, മുഹമ്മദ് ഇബ്നു അബി ഹാത്തിം അൽ വറാഖ്, ഇമാം ബുഖാരിയുടെ ഖാദിം, ഇമാം ബുഖാരിയുടെ തിൽമീദ്, ശിഷ്യൻ, ഇമാം ബുഖാരിയുടെ നിഴൽ എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ല. അങ്ങനെ ഇമാം ബുഖാരിയോടൊത്ത് ജീവിച്ച അബൂ ജഅഫർ അൽ വറാഖ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ഇമാം ബുഖാരിയെ കുറിച്ച് പറയുന്നത് ഇമാം ഹാഫിദ് അൽ-ദഹബി സിയറ അലാമിൻ നുബലായിൽ സവിസ്തരം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഇമാം ബുഖാരിയോട് ചോദിക്കുന്നുണ്ട്, കൈഫ കാന ബിദു അംരിക്, നിങ്ങൾ ഹദീസ് സമ്പാദിച്ചു, വിജ്ഞാനം നേടി, പലവിധ വിജ്ഞാനങ്ങളിൽ സകല കലാവല്ലഭൻ, ഇതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയായിരുന്നു എന്നാണ് അബൂ ജഅഫർ അൽ വറാഖ് ഇമാം ബുഖാരിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഇമാം ബുഖാരി അതിനോട് പ്രതികരിക്കുന്നത്, ഇന്നി ഉൽഹിംതു ഹിഫ്ദൽ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മനഃപ്പാഠമാക്കൽ, അതിൽ എനിക്ക് ബോധനം നൽകപ്പെട്ടു എന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ള തുറവിയും ഉദവിയും ഹദീസ് മനഃപ്പാഠമാക്കുന്നതിൽ എനിക്ക് അരുളപ്പെട്ടു എന്നാണ് ഇമാം ബുഖാരി പറയുന്നത്. അപ്പോൾ ചോദ്യം, അന്ന് നിങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു ഇമാം ബുഖാരിയോട്? പറയുകയാണ് 10 വയസ്സ്. 10 വയസ്സിൽ ഹദീസുകൾ മനഃപ്പാഠമാക്കാനുള്ള വലിയ കഴിവ് കനിയപ്പെട്ടിരുന്നു ഇമാം ബുഖാരി. അദ്ദേഹത്തിൻ്റെ ഒരു ഉസ്താദാണ് അദ്ദാഖിലി എന്ന പേരിൽ വിശ്രുതനായ പണ്ഡിതൻ. ഒരിക്കൽ അദ്ദാഖിലി ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ, ഇമാം ബുഖാരി 10 വയസ്സ് കഴിഞ്ഞ് 11 വയസ്സിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ. നോക്കൂ നിങ്ങൾ, ഒരു 11 വയസ്സുകാരനെ ഈ സദസ്സിൽ നമ്മളൊന്ന് കാണാം. ഉസ്താദ് ക്ലാസ് എടുക്കുകയാണ്. ദാഖിലി അൻ സുഫിയാൻ അൻ അബി സുബൈർ അൻ ഇബ്രാഹിം, ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. ഇബ്രാഹിം എന്നവരിൽ നിന്ന് അബു സുബൈറും അബു സുബൈറിൽ നിന്ന് സുഫിയാനും ഉദ്ധരിക്കുന്നത് എന്നാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം ബുഖാരി എന്ന് പറയുന്ന 11 വയസ്സുകാരൻ അദ്ദേഹം ഉസ്താദിനോട് പറയുകയാണ്, അബു സുബൈർ ലം യസ്മഅ മിൻ ഇബ്രാഹിം, അബു സുബൈർ എന്നിവർ ഇബ്രാഹിമിൽ നിന്ന് കേട്ടിട്ടില്ല. അബു സുബൈർ എന്ന റാവിയും ഇബ്രാഹിം എന്ന റാവിയും സമകാലീനരല്ല, അതുകൊണ്ട് അബു സുബൈർ ഇബ്രാഹിമിൽ നിന്ന് കേട്ടില്ല എന്ന് തിരുത്താണ്. വലിയ ഒരു ഷെയ്ഖിനെ ശിഷ്യനെ തിരുത്താണ്. അപ്പോൾ സ്വാഭാവികമായും ആ സദസ്സിൽ ഫൻതഹറഹു എന്നാണ് ഈ 11 വയസ്സുകാരന് ഉസ്താദ് അടക്കി ഇരുത്തി. താൻ പറയുന്നത് ശരിയല്ല എന്നോട്ടിൽ. പക്ഷേ ഇമാം ബുഖാരി വളരെ സൗമ്യഭാവത്തിൽ
കാരണം ദാഖിലി ക്ലാസ് എടുക്കുന്നത് ഹിഫ്ദിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കിതാബ് അസൽ അതിൽ ഒന്നും, കാരണം അബൂ സുബൈർ ഒരിക്കലും ഇബ്രാഹിം എന്നവരിൽ നിന്ന് കേട്ടിട്ടില്ല, അവർ സമകാലീനരല്ല. അത് ഇമാം ബുഖാരി പറഞ്ഞു. ദാഖിലി അസലിലേക്ക് മടങ്ങി, കിതാബിലേക്ക് മടങ്ങി നോക്കി വന്നു. അവിടേക്ക് വന്നിട്ട് അദ്ദേഹം, കൈഫ ഖുൽത യാ ഗുലാം, കുട്ടി നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത് യാ ഗുലാം? കാരണം എന്താ, ഗുലാം 11 വയസ്സുകാരനാണ്. അപ്പൊ ഇമാം ബുഖാരി ആ സദസ്സിൽ ഉസ്താദിനോട് പറയുകയാണ്, ഇബ്രാഹിമിൽ നിന്ന് എന്നതാണ് ശരി. സുബൈർ ഇബ്നു അദിയാണ് ഇബ്രാഹിമിൽ നിന്ന് കേട്ടത്, അല്ലാതെ അബു സുബൈർ അല്ല. അതായിരുന്നു ശരി. അവിടെ വെച്ച് തൻ്റെ നോട്ട് കിതാബ് അദാഖിൽ എന്ന ഉസ്താദ് തിരുത്തുകയാണ്. ആരിൽ നിന്ന് കേട്ടാണ് തിരുത്തുന്നത്? 11 വയസ്സുകാരൻ. ഇമാം ബുഖാരി തനിക്കുണ്ടായ അനുഭവം ശിഷ്യൻ അബൂ ജഅഫർ അൽ വറാഖിനോട് പറയുകയും, അബൂ ജഅഫർ അൽ വറാഖ് ചോദിക്കുകയാണ്, അന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു? നിങ്ങൾ ഉസ്താദിന് അത് തിരുത്തി കൊടുത്ത സമയം പറയാണ്, 11 സന, എനിക്ക് 11 വയസ്സ്. അപ്പൊ 11 വയസ്സായ ഇമാം ബുഖാരിയാണ് തൻ്റെ മനപ്പാടത്തിൽ നിന്ന് പ്രമുഖനായി ഹദീസ് വിജ്ഞാനത്തിൽ വിശ്രുതരായവരെ തിരുത്തുന്നത്. അത്രമേൽ ഹൃദയസ്ഥമാക്കാൻ, മനപ്പാടമാക്കാനുള്ള ശേഷി അള്ളാഹു അരുളിയ മഹാനായിരുന്നു മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുകയാണ്, 16 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിൻ്റെയും വക്കീഅ് ഇബ്നുൽ ജറാഹ് എന്നവരുടെയും കിതാബുകളെല്ലാം മനപ്പാടമാക്കിയതാണ്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് എന്ന് പറഞ്ഞാൽ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, ഹദീസ് വിജ്ഞാനത്തിൽ അമീറുൽ മുഅ്മിനീനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുകൾ, അതേപോലെ തന്നെ ഹദീസിൽ ഒരു വിശ്വസ്തറാവിയും പണ്ഡിതനുമാണ് വക്കീഅ് ഇബ്നുൽ ജറാഹ്. അദ്ദേഹത്തിൻ്റെ കിതാബുകളൊക്കെ 16-ാം വയസ്സിൽ ഞാൻ ഹൃദിസ്ഥമാക്കി മനപ്പാടമാക്കിയെന്നാണ്. അതുകൊണ്ടാണ് ഇനി 6-ാം വയസ്സിലും അദ്ദേഹം എവിടെയാണ്? ബുഖാറയിൽ. അദ്ദേഹത്തെ പിന്നെ മക്കയിലേക്ക് 17-ാം വയസ്സിൽ ഹിജ്റയുടെ 210-ൽ മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ മക്കയിലെ ഉലമാക്കളിൽ നിന്ന് അദ്ദേഹം കേട്ടു. പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് വന്നു. 17-ാമത്തെ വയസ്സിൽ മസ്ജിദുൻ നബവി അദ്ദേഹം പഠിതാവായി. തുടർന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഹുജ്റയുടെ സമീപത്തിരുന്ന അദ്ദേഹം 17-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ താരീഖുൽ കബീർ എന്ന് പറയുന്ന മഹൽ രചന നിർവഹിച്ചു. താരീഖുൽ കബീർ മഹത്തുക്കളുടെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ മഹത്തുക്കളുടെ വിഷയങ്ങൾ, അവർ തള്ളാവുന്നവരോ കൊള്ളാവുന്നവരോ, അവരുടെ വിശേഷണങ്ങൾ, വിഷയങ്ങൾ, ഇതൊക്കെയാണ് താരീഖുൽ കബീറിലെ വിഷയം. ഇമാം ബുഖാരിക്ക് താരീഖ് സഗീർ എന്ന് പറയുന്ന കിതാബുണ്ട്. താരീഖുൽ കബീർ അത് ഇൽമുൽ റിജാൽ, ഇൽമുൽ ഇലൽ എന്നൊക്കെ പറയുന്ന വിജ്ഞാന വിഷയങ്ങളാണ്. താരീഖുൽ